പരിശ്രമങ്ങൾക്കൊടുവിൽ ഫലം ലഭിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിച്ചു പോകുന്നുണ്ടോ? ഈ വചനം ഒന്ന് കേട്ടുനോക്കൂ. ഒരു കോടാലി ഉപയോഗിച്ച് ഒരു വൃക്ഷത്തെ വെട്ടുകയാണെന്നിരിക്കട്ടെ. ആ കോടാലി ഉപയോഗിച്ച് വൃക്ഷം 100 തവണ വെട്ടിയപ്പോൾ 100ാമത്തെ വെട്ടിലാണ് ആ വൃക്ഷം വീണത്. അങ്ങനെയെങ്കിൽ 100ാമത്തെ പ്രഹരം മാത്രം മതിയെന്ന് നിങ്ങൾ ചിന്തിക്കുമോ? ആദ്യം തന്നെ ആ 100ാമത്തെ പ്രഹരം പ്രഹരിച്ചിരുന്നെങ്കിൽ ഇപ്രകാരം നിങ്ങൾ ചിന്തിക്കുകയേയില്ല. കാരണം ആ വൃക്ഷത്തെ വീഴ്ത്തിയത് ആ 100ാമത്തെ പ്രഹരം അല്ല. ആ 100 പ്രഹരങ്ങളും ആ വൃക്ഷത്തെ വീഴ്ത്തുന്നതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഫലം കിട്ടിയതോ 100ാമത്തെ പ്രഹരത്തിലാണെന്ന് മാത്രം. ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയത്നങ്ങളുടെ കാര്യം. നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ ഫലം ഒന്നും ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പരിശ്രമിച്ചിട്ട് ഫലം ഒന്നുമില്ല എന്നോർത്ത് വിഷമിക്കരുത്. എന്നാൽ ഒരു കാര്യം, പ്രയത്നങ്ങൾക്ക് തീർച്ചയായും ഫലമുണ്ട്. പ്രയത്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. അവസാനം വരെ പ്രയത്നിക്കൂ. നിങ്ങൾ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് പരിശ്രമിക്കാനിറങ്ങിയാൽ ഏതെങ്കിലും ഒരു രീതിയിൽ അത് സംഭവ്യമാകും. മനുഷ്യൻ്റെ ദൃഢനിശ്ചയത്തിന് അത്രയധികം ശക്തിയുണ്ട്. ഇനി നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ നിങ്ങളെ വഞ്ചിച്ചു, പറ്റിച്ചു അല്ലെങ്കിൽ ചതിച്ചു എന്നിരിക്കട്ടെ. അതിലും നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? അതായത് വിശ്വാസവഞ്ചനയിൽ തളർന്നു പോകുന്ന ഒരാളാണോ? ഇവിടെ 2 തരം വ്യക്തികളുണ്ട്. ഒന്ന് വിശ്വാസവഞ്ചന ചെയ്ത വ്യക്തിയും മറ്റൊന്ന് വഞ്ചനയ്ക്കിരയായ വ്യക്തിയും. സത്യത്തിൽ വഞ്ചനയ്ക്കിരയായ വ്യക്തിക്കാണ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുക. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആർക്കാണ് കൂടുതൽ നഷ്ടം? വഞ്ചനയ്ക്കിരയായ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും. അതുമൂലം ആ വ്യക്തി ചിലപ്പോൾ വളരെയധികം വിഷമിച്ചിട്ടും ഉണ്ടാകും. എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം ആ വഞ്ചനയ്ക്കിരയായ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാവുകയും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യും. ആ വ്യക്തി ഒരു പാഠം പഠിക്കുകയും തുടർന്ന് ഇതുപോലുള്ള വഞ്ചനയ്ക്ക് ഇരയാകാതിരിക്കാൻ നോക്കുകയും ചെയ്യും. അതായത് ആ വ്യക്തിക്ക് ഒരിക്കൽ ദുഃഖിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് അതുപോലുള്ള അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പക്വത ഉള്ളവരായി മാറുകയും ചെയ്യും. എന്നാൽ വഞ്ചിച്ച വ്യക്തിയോ? ഇനി ആ വ്യക്തി എന്ത് ചെയ്താലും പഴയ വിശ്വാസം വീണ്ടെടുക്കാൻ സാധ്യമല്ല. അതായത് വഞ്ചനയേറ്റ വ്യക്തി ഒരിക്കൽ ദുഃഖിച്ചെങ്കിലും ജീവിതകാലം മുഴുവൻ ശക്തി ആർജിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വഞ്ചകനാകട്ടെ ഒരിക്കൽ ചെയ്ത തെറ്റ് കാരണം ജീവിതകാലം മുഴുവൻ ആരുടെയും വിശ്വാസത്തിന് പാത്രമാവാൻ കഴിയാത്ത വിധം അയോഗ്യനാകുന്നു. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചു എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത്, തളർന്നു പോകരുത്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു പാഠമാണ്, നിങ്ങൾ കൂടുതൽ ശക്തനാകാനുള്ള ഒരു പാഠം. ഇനി മറ്റൊരു കഥ കേൾക്കാം. ഒരിക്കൽ ഒരിടത്ത് ഒരു വൃക്ഷമുണ്ടായിരുന്നു. അത് മാവായിരുന്നു. മാവിലുണ്ടാവുന്ന മാമ്പഴങ്ങളെല്ലാം വൃക്ഷത്തിനു താഴെ വീഴുമായിരുന്നു. അതിനുശേഷം അവ മണ്ണിൽ കിടന്ന് മുളയ്ക്കുമായിരുന്നു. എന്നാൽ അവ ഒരിക്കലും ഒരു വൃക്ഷമായി മാറിയിരുന്നില്ല. കുറച്ചു വളർന്ന് വലുതാകുകയും എന്നാൽ ആ ചെടികൾ കരിഞ്ഞുണങ്ങി പോകുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു വാനരൻ ആ മാവിൽ നിന്നും ഒരു മാമ്പഴം ഭക്ഷിക്കുവാൻ എടുത്തുകൊണ്ടുപോയി. ആ മാമ്പഴം ദൂരെ കൊണ്ടുപോയി ഭക്ഷിക്കുകയും വിത്ത് ദൂരെ ഉപേക്ഷിക്കുകയും ചെയ്തു. അന്നാദ്യമായി ആ വൻ വൃക്ഷത്തിൻ്റെ മാവിൻ്റെ സന്തതി മണ്ണിൽ കിടന്ന് വളരുവാൻ തുടങ്ങി. അത് പുതിയൊരു വൃക്ഷമായി. ഈ കഥ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നാൽ, നിങ്ങളുടെ സന്താനങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം ഈ മാവ് നമുക്ക് തരുന്നു. എന്തുകൊണ്ടാണ് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വീഴുന്ന വിത്തുകളെല്ലാം വളർന്ന് വൻ വൃക്ഷമാകാത്തതെന്നോ? ഒരു വൻ വൃക്ഷത്തിൻ്റെ തണലിൽ മറ്റൊരു വൻ വൃക്ഷത്തിന് വളരാനുള്ള സാധ്യതയില്ല. ഒരു മഹാവൃക്ഷത്തിൻ്റെ തണലിൽ വൃക്ഷങ്ങളല്ല, കേവലം പുൽക്കൊടികൾ മാത്രമാണ് വളരുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾ വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ന മഹാവൃക്ഷത്തിൻ്റെ നിഴൽ അവരുടെ മേൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ, ഞാനില്ലാതെ അവനെ ഒന്നും സാധിക്കില്ല, ഇത്തരത്തിൽ നിങ്ങളുടെ നിഴലിൽ അവനെ വളരാൻ അനുവദിക്കരുത്. ഇത് അവരുടെ വളർച്ച മുരടിപ്പിക്കും. ശ്രദ്ധാലുവാകണം.
എന്നാൽ തങ്ങളില്ലാതെ പറ്റില്ല എന്ന മനോഭാവം അവരിൽ ഉടലെടുക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അവരുടെ വളർച്ചയെ സാരമായി ബാധിക്കും. കുട്ടികൾ വളരട്ടെ, പുതിയൊരു മഹാവൃക്ഷമായി അവർ വളരട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ഓരോ പാഠങ്ങളാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.